ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടക്കാര സ്റ്റേഷൻ്റെ ബാക്കി കാണാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ടൈസിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ടക്കാര ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നിനക്കെന്ന്. അപ്പോൾ ടൈസിൻ പറയുന്നു ഡോക്ടർ പറഞ്ഞു ഇപ്പം നല്ല ബെറ്റർ ആയിട്ടുണ്ടെന്ന്, പിന്നെ താങ്ക് യു എൻ്റെ കൂടെ ഇവിടെ വരെ വന്നതിനെന്ന്. അപ്പോൾ ടക്കാര പറയുന്നു അത് വലിയ കാര്യമൊന്നുമല്ല, ക്ലബ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു ഞാനത് ചെയ്തെന്ന്. അപ്പോഴാണ് അന്ന് നടന്നൊരു ഇൻസിഡൻറ്റ് കാണിക്കുന്നത്. ക്ലബ് പ്രസിഡന്റ് നാൻസിയാണ്. അവൾ പറയുന്നുണ്ട് ടക്കാര നീ ടൈസിനെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ ടക്കാര കൈ നീട്ടുകയാണ്. അപ്പോൾ ടൈസിനാണെങ്കിൽ അവൻ്റെ വിരലിൽ പിടിക്കുന്നത് കണ്ടിട്ട് ടക്കാര പറയുന്നു ഇങ്ങനെയല്ല, നീ എൻ്റെ തോളിൽ കൂടെ കൈയിട്, എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂന്നും പറഞ്ഞ് ടൈസിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ടൈസിൻ പറയണേ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇത് ശരിയായതിന്, കാരണം എനിക്ക് വീണ്ടും ഹൈക്കിങ്ങിന് പോകണമെന്നുണ്ടെന്ന്. അപ്പോൾ ടക്കാര പറയുന്നുണ്ട് നീ വെറുതെ നിന്നെ ഫോഴ്സ് ചെയ്യേണ്ട, ഒരു പക്ഷേ വീണ്ടും നിനക്ക് ഹേർട്ട് ആകുകയാണെങ്കിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന്. എന്തായാലും നീ വായെന്ന് പറഞ്ഞിട്ട് ടക്കാര എന്നിട്ട് നടക്കുന്നുണ്ട്. ടൈസിനാണെങ്കിൽ ടക്കാരയുടെ പിന്നാലെ നടന്നിട്ട് പറയണ് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എനിക്ക് അന്ന് കണ്ട ആ പേഴ്സൻ്റെ കൂടെ നടക്കാൻ കഴിയുമെന്ന്. അപ്പം ടക്കാര ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ അറിയാമല്ലോ എന്ന്. അപ്പം ടൈസിൻ പറയുന്നു അറിയാമെന്ന്. അങ്ങനെ ടക്കാരയാണെങ്കിൽ ഞാൻ ഇവിടെ വരെ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഒരു കടയുടെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പം ടൈസിനും അവൻ്റെ പിന്നാലെ പോയിട്ട് ആ കടയ്ക്കുള്ളിലേക്ക് നോക്കിയാണ്. അപ്പം ആ കടയിലുള്ള പയ്യനോട് സംസാരിച്ചിട്ട് ടക്കാര ചിരിക്കുന്നത് കണ്ടിട്ട് ടൈസിൻ ചോദിക്കുന്നുണ്ട് ഓ ഇവൻ ഇങ്ങനെയൊക്കെ ചിരിക്കാനൊക്കെ അറിയാമോ, ഇങ്ങനെ മുഖം വെക്കാനൊക്കെ അറിയാമോ എന്ന്. ഇവൻ ഇവിടെ നിൽക്കുന്നത് കണ്ട് ആ ചെറുക്കൻ ചോദിക്കുന്നുണ്ട് ടക്കാരയോട് അതാരാ, നിനക്കറിയാവുന്ന ആരെങ്കിലും ആണോ എന്ന്. ഇവനെ കണ്ട ടക്കാരയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി വന്നിട്ട് ടൈസിനോട് ചോദിക്കുന്നുണ്ട് നീ അവിടെ എന്താ നോക്കുന്നതെന്ന്. അപ്പം ടൈസിൻ പറയുന്നു അയ്യോ സോറി ഞാൻ കുറച്ച് ക്യൂരിയസ് ആയിപ്പോയി, അതാ ഇങ്ങനെ നോക്കി നിന്നതെന്ന്. എന്നിട്ട് ടക്കാരയോട് ചോദിക്കുന്നുണ്ട് പിന്നെ നിനക്ക് ഫാഷൻ ആക്സസറീസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണോ എന്ന്. അപ്പം ടക്കാര പറയുന്നു അല്ല എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, നീ നോക്കുന്നതൊക്കെ കണ്ടിട്ട് നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ എന്ന്. അപ്പം അവൻ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലെന്ന്. അപ്പം ടക്കാരയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഇയറിങ്സ് കണ്ടിട്ട് അവനോട് പറയണ് ഇത് നിനക്ക് നല്ലൊരു ചേരുമെന്ന്. അപ്പം ടൈസിൻ ആ ഇയറിങ്സ് നോക്കിയിട്ട് പറയണു ഓ നല്ല മനോഹരമായ ഇയറിങ്സ്, ഇത് ഡയമണ്ട് ആണോ എന്ന്. അപ്പം അവൻ പറയുന്നു അത് ഡയമണ്ട് അല്ല, അത് ഗ്ലാസ് ആണെന്ന്. അപ്പം ടൈസിൻ ചോദിക്കുന്നുണ്ട് ഇത് എനിക്ക് ചേരോ എന്ന്. അപ്പം ടക്കാര നിൻ്റെ കണ്ണുകൾ എന്ന് പറഞ്ഞ് എന്തോ പറയാനായിട്ട് വന്നിട്ട് ഒന്നുമില്ല നീ പൊയ്ക്കോ എന്ന് പറയണ്. അങ്ങനെ അവൻ പോകുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട് ഞാൻ ഇനി മുതൽ ക്യാമ്പസിൽ വെച്ച് നിന്നോട് സംസാരിച്ചോട്ടെ എന്ന്. അപ്പം ടക്കാര പറയുന്നു ശരിയെന്ന്. അങ്ങനെ അവൻ ശരിയെന്ന് സമ്മതിച്ചതിൻ്റെ സന്തോഷത്തിൽ ടൈസിനാണെങ്കിൽ പോകാനുള്ള വഴി സഹിതം മറന്ന് വേറെ വഴിയിലൂടെ പോവുകയാണ്. അത് കണ്ട് ടക്കാര പറയുന്നുണ്ട് അതല്ല നിൻ്റെ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയെന്ന്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ ടൈസിൻ്റെ വീടിനടുത്ത് നിൽക്കുന്നതായിട്ടാണ്. അപ്പം ആ വീട് കണ്ടിട്ട് ടക്കാര ചോദിക്കുന്നുണ്ട് ഇതൊരു നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന്. അപ്പം ടൈസിൻ ചോദിക്കുന്നു എന്താ ഇവിടെ എന്തെങ്കിലും ഹൊറിബിൾ ആയിട്ടുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ടക്കാര പറയുന്നു അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളെന്ന്. അപ്പോൾ അവൻ പറയുന്നു അത് പിന്നെ ഞാൻ ലാസ്റ്റ് മിനിറ്റാണ് സ്കൂൾ മാറിയത്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നല്ലൊരു സ്ഥലമൊന്നും താമസിക്കാൻ കിട്ടിയില്ല, പക്ഷേ ഇതിനുള്ളിൽ നല്ല ക്ലീനാണ്, നീ എൻ്റെ കൂടെ ഒരു ടീ കുടിക്കാൻ വരുന്നുണ്ടോ എന്നും ചോദിക്കുന്നു. അപ്പം ടക്കാര പറയുന്നു ആരെയും അധികം വിശ്വസിക്കരുത്, കാരണം ചില ആളുകളെ കാണുമ്പോൾ നല്ല കൈൻഡായിട്ട് തോന്നും, പക്ഷെ അവർ യഥാർത്ഥത്തിൽ കൈൻഡ് ആയിരിക്കില്ലെന്ന്. ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ടക്കാര അവിടെ നിന്നും പോകുന്നുണ്ട്. ടൈസിനാണെങ്കിൽ ടക്കാര പോകുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിറ്റേന്നവൻ ബസ്സിലൂടെ പോകുന്ന സമയം ടക്കാര പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് പറയാണ് സീനിയർ ഇന്നലെ എന്താണോ എന്തോ പറഞ്ഞത് എനിക്കത് മനസ്സിലായില്ലെന്ന്. ഈ സമയം അവൻ്റെ കാല് വേദനിച്ച് അവൻ വീഴാൻ പോകുന്നത് കണ്ടിട്ട് ഒരു അങ്കിൾ ചോദിക്കുന്നുണ്ട് നിനക്ക് കാല് വയ്യെന്ന്. അപ്പം അവൻ പറയുന്നു ആങ്കിളിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതിപ്പോൾ ശരിയായെന്ന്. അപ്പം അയാളാണെങ്കിൽ അവൻ ഇരിക്കാനായിട്ട് സീറ്റിൽ നിന്ന് എണീറ്റ് മാറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് നീ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണോ എന്ന്. അപ്പം അവൻ പറയുന്നു അതെ ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളെന്ന്. അപ്പം അയാൾ പറയുന്നു അത് കൊള്ളാമല്ലോ, പുതിയ കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കോളേജിൽ ലഞ്ച് കഴിക്കാനായിട്ട് ടൈസിന് എവിടെ പോയിരിക്കുകയെന്ന് നോക്കി നടക്കുകയാണ്. അപ്പോൾ അവൻ്റെ പുതിയ ഫ്രണ്ട്സ് ഇല്ലേ അവനെ അവരോടൊപ്പം ഇരുന്ന് കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അതിലൊരു പയ്യൻ ചോദിക്കുന്നുണ്ട് നീ ഏതെങ്കിലും ക്ലബ്ബ് സെലക്ട് ചെയ്തോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ ഹൈക്കിംഗ് ക്ലബ്ബിൽ ചേരാൻ പോവുകയാണെന്ന്. അതിലൊരു പെണ്ണ് ചോദിക്കുന്നുണ്ട് ആ ക്ലബ്ബിലല്ലേ ആ ഹാൻസ് സീനിയർ ഉള്ളതെന്ന്. അപ്പം മറ്റേ പെണ്ണ് ചോദിക്കുന്നുണ്ട് നീ പറയുന്നത് ആ ടക്കാര സീനിയറിനെ പറ്റിയാണോ, ഫ്രഷേഴ്സ് എല്ലാവരും അയാളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ആ പയ്യൻ പറയണ് നിങ്ങളൊരു റൂമർ കേട്ടിരുന്നോ, ഇവരെല്ലാവരും പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ മിസ് നഗാബ എന്ന് പറയുന്ന ഒരു സീനിയർ അയാളെ നോക്കുകയായിരുന്നു എന്നാണെന്ന്. ഇത് കേട്ടിട്ട് ടൈസിനാണെങ്കിൽ ഒരുമാതിരി ഇരിക്കുകയാണ്. അങ്ങനെ ലഞ്ചിനൊക്കെ ശേഷം ടൈസിനാണെങ്കിൽ ടക്കാരെ തിരഞ്ഞു പോവുകയാണ്. അങ്ങനെ ടക്കാരയെ കണ്ടുപിടിച്ചിട്ട് ടക്കാര സീനിയർ എന്ന് വിളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ നഗാബ എന്ന് പറയുന്ന പെണ്ണ് അവിടെ വന്നിട്ട് നീ എന്ത് ചെയ്യുകയാണ് ടക്കാര എന്നും പറഞ്ഞ് അവനോട് സംസാരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവനാണെങ്കിൽ ഓർമ്മ വരുന്നത് അവൻ്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ അതോർത്ത് വിഷമത്തോടെ അവിടെ നിന്നും അവൻ പോവുകയാണ്. വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്യുന്ന സമയം പറയുന്നുണ്ട് അവർ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്, അതുപോലെ ടക്കാര കടയിൽ നിന്ന് വാങ്ങിയ സാധനം
അവൾക്ക് വേണ്ടി വാങ്ങിയതായിരിക്കാമെന്നും അവൻ പറയാണ്. പിറ്റേന്ന് ടൈസനാണെങ്കിൽ ക്ലബിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവനെ കണ്ടുടനെ നാൻസി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നക്കാനോ നിന്റെ കാലിനെന്ന്. അപ്പം ടൈസൻ പറയുന്നു, അത് ശരിയായി വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ടക്കാര സീനിയർ എന്നെ കെയർ ചെയ്തിരുന്നു എന്നും പറയാണ്. അവിടെ ഇരിക്കുന്ന പെണ്ണാണെങ്കിൽ ഇത് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഓ നിന്നെ ടക്കാര സീനിയർ കെയർ ചെയ്തോ എന്ന്. ഇവളെ പേര് സസൂക്കി എന്നാണ്. അപ്പം നാൻസി പറയുന്നുണ്ട്, നീ ടക്കാരയെ കാണാനായിട്ടാണ് ഇവിടേക്ക് വന്നതെങ്കിൽ അവനെ ഒരു പെണ്ണ് വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന്. ഇത് കേട്ട സസൂക്കി ചോദിക്കുന്നുണ്ട്, അയ്യോ ആ നക്കാബയുടെ കൂടെയാണോ അവൻ പോയതെന്ന്. അപ്പം നാൻസി പറയുന്നുണ്ട്, അത് ആർക്കറിയാമെന്ന്. അപ്പം ഷ്വാൻ പറയുന്നുണ്ട്, ഡാ നക്കാനോ നീ പറയല്ലേ, നീ ആ പെണ്ണിനെ നോക്കുകയാണെന്ന്. അപ്പം ടൈസൻ പറയുന്നു, ഇല്ല, ഞാൻ ഇതുവരെ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ലെന്ന്. അപ്പം ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് സസൂക്കി ആണെങ്കിൽ എന്തൊക്കെയോ പറയാണ്. അപ്പം നാൻസി പറയുന്നുണ്ട്, നീ ഇവള് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട, അവൾ അങ്ങനെ തന്നെ. പിന്നെ ടൈസൻ നടന്നു പോകുന്ന സമയവും ടക്കാര ആ പെണ്ണിനെ ഡേറ്റ് ചെയ്യുകയാണോ എന്ന് ചിന്തിച്ച് നടക്കുകയാണ്. പെട്ടെന്ന് അവനൊരു പെണ്ണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അതെന്താ സംഭവം എന്ന് നോക്കാനായിട്ട് അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ടക്കാരയും ഉണ്ടായിരുന്നു. ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ ഡേറ്റ് ചെയ്യാത്തത്, നീ ഇപ്പോഴും സിംഗിൾ ആണല്ലോ എന്ന്. അപ്പോൾ ഇത് കേട്ട ടക്കാര പറയുന്നുണ്ട്, നീ എന്നെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്, എനിക്ക് അങ്ങനെ ഒരു പേഴ്സണായിട്ട് ഇരിക്കാൻ കഴിയില്ലെന്ന്. അപ്പോൾ അവളാണെങ്കിൽ, നീ എന്ത് ക്രൂവലായ ആളാണ്, ചുമ്മയല്ല നീ ഇങ്ങനെ സിംഗിളായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ടക്കാര പോകാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് അവിടെ ടൈസൻ നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ടൈസൻ ടക്കാര സീനിയർ എന്ന് വിളിക്കുന്നത് ടക്കാര കേട്ടിട്ട് അവനെ മൈൻഡ് ചെയ്ത് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ടൈസൻ പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് സീനിയർ ഇങ്ങനെ പോകുന്നത് കാണുന്നതെന്ന്. ക്ലാസ്സിലിരിക്കുന്ന സമയം ഇവനിങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ടൈസൻ നീ നേരത്തേക്കാൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണല്ലോ, നിന്നെ എന്താ ബോദർ ചെയ്യുന്നത്, എന്തായാലും നീ പറയുന്നു. അപ്പം ടൈസൻ പറയുന്നു, ആക്ച്വലി പാസ്റ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്ത സീനിയർ ഇപ്പോൾ അത്ര ഹാപ്പിയിലല്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അവന് വേണ്ടി ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്നും ഒരു ഐഡിയ ഇല്ലെന്ന്. അപ്പോൾ അവർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നീ ഒരു പ്രസൻറ്റ് വാങ്ങിക്കൊടുക്ക്, സ്വീറ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് എന്ന്. ഇവനാണെങ്കിൽ ടക്കാരയെ പറ്റി ഒന്നും തന്നെ അറിഞ്ഞൂടാത്തോണ്ട് എന്ത് വാങ്ങിച്ചു കൊടുക്കണമെന്നും അറിയത്തില്ല. അവിടെ ടക്കാരയോട് ഷ്വാൻ ചോദിക്കുന്നുണ്ട്, ഡാ നീ ശരിക്കും അവളോട് നോ പറഞ്ഞു, അതുമാത്രമല്ല നീ എന്താ ആരെയും ഡേറ്റ് ചെയ്യാത്തിയെന്ന്. അപ്പം ടക്കാര പറയുന്നു, എനിക്കതൊന്നും ഒരു മാറ്ററേ അല്ലെന്ന്. അവിടെ ടൈസിൻ്റെ മനസ്സിൽ പ്രസൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നത് ടക്കാര പോയ ആ ജനറൽ സ്റ്റോർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഷോപ്പ് കീപ്പർ അവനോട് ചോദിക്കുന്നുണ്ട്, ഓ നീ ആ പയ്യനല്ലേ ടക്കാര ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വിൻഡോ വഴി നോക്കിയാ നീ ടക്കാരയുടെ ഫ്രണ്ടാണോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പം ടൈസൻ പറയുന്നു, ഞാൻ അവൻ്റെ ഫ്രണ്ടൊന്നും അല്ല, ഞാൻ അവൻ്റെ ജൂനിയർ ആണെന്ന്. അപ്പോൾ ആ പയ്യൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് നീ എന്ത് വാങ്ങാനായിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന്. അപ്പം ടൈസൻ പറയുന്നു, അത് പിന്നെ അന്ന് ടക്കാര സീനിയർ എന്താ വാങ്ങിയത് അതെന്നോട് പറയുമോ, അത് വാങ്ങിയപ്പോൾ അവൻ ഒരുപാട് സന്തോഷത്തിൽ ചിരിച്ചത് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാനത് അവന് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അവന് ബെറ്ററായിട്ട് ഫീൽ ആകുമെന്ന്. അപ്പം ആ പയ്യൻ ചോദിക്കുന്നുണ്ട്, എന്താ അവനിപ്പോൾ സാഡായിട്ട് ഇരിക്കുകയാണോ എന്ന്. അപ്പം ടൈസൻ പറയുന്നു, അതേന്ന്. അത് കേട്ട ആ പയ്യനാണെങ്കിൽ അവൻ എന്താണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അത് ഗോലിയായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഇതാണോ അവൻ വാങ്ങിച്ചതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതേ ടക്കാരയ്ക്ക് ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ലെന്ന്. അപ്പം ടൈസൻ അത് കണ്ടിട്ട് പറയുന്നു, ആ ശരി എന്നാൽ ഇത് തന്നെ പാക്ക് ചെയ്തോളാം. അങ്ങനെ ആ ചെറുക്കനത് പാക്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഇവനാണെങ്കിൽ അന്ന് ടക്കാര കാണിച്ചു കൊടുത്ത ആ ഇയറിങ്സ് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് ആ പയ്യൻ പറയുന്നുണ്ട്, നിനക്കത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ അവൻ കണ്ണാടിയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ പയ്യൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഓ നിനക്കിത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നിനക്കൊരു അട്രാക്റ്റീവായ ഫേസ് ആണ് ഉള്ളതെന്ന്. അത് കേട്ടിട്ട് ടൈസൻ ചോദിക്കുന്നുണ്ട്, അട്രാക്റ്റീവോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, നിന്റെ കണ്ണുകൾ വളരെ മനോഹരമാണ്, അത് ഗ്ലാസ് പോലെ ഷൈനിയാണെന്ന്. അപ്പം ടൈസനാണെങ്കിൽ ഇവൻ പറയുന്നതൊക്കെ തന്നെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ബസ് കാത്ത് നിൽക്കുന്ന സമയം അന്ന് ബസ്സിൽ വെച്ച് കണ്ട അങ്കിൾ അവിടെ വരികയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഓ നമ്മൾ വീണ്ടും കണ്ടു, എന്താ ഷോപ്പിങ്ങിലായിരുന്നോ എന്നും ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, അതേ ഞാനൊരു പ്രസൻറ്റ് വാങ്ങാനായിട്ട് പോയതാണ്, അതിനോടൊപ്പം ഇത് വാങ്ങിച്ചെന്നും പറഞ്ഞ് ഇയറിങ്സും കാണിച്ചു കൊടുക്കുന്നു. അയാളാണെങ്കിൽ നിനക്കിത് നല്ലതായിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോൾ ടൈസനാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. പിന്നെ ടൈസൻ കോളേജിലൂടെ നടക്കുന്ന സമയം ടക്കാര അവനെ അവിടെ വിളിച്ചു നിർത്തുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ ക്ലബ്ബിൽ ചേരുന്നുണ്ടോ, പ്രസിഡന്റ് എന്നോട് ചോദിക്കാനായിട്ട് പറഞ്ഞെന്ന്. അപ്പോൾ ടൈസൻ പറയുന്നു, ആ ചേരുന്നുണ്ട്, ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ടക്കാര ടൈസൻ്റെ ഫോൺ വാങ്ങിയിട്ട് അവരെ ക്ലബ്ബിലെ ഗ്രൂപ്പിൽ ചേർക്കുന്നുമുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഒരു വെൽക്കം പാർട്ടി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടണമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവയാണെങ്കിൽ പോകാനായിട്ട് നടക്കുകയാണ്. ഇത് കണ്ട ടൈസനാണെങ്കിൽ പെട്ടെന്ന് ടക്കാരെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് എനിക്കൊരു കാര്യം തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്രസൻറ്റ് ബാഗിൽ നോക്കിയാണ്. പക്ഷേ അവനത് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അവനിങ്ങനെ ഞാനത് എടുക്കാൻ മറന്നു എന്ന് പറയുന്നത് കേട്ടിട്ട് ടക്കാര ചോദിക്കുന്നുണ്ട്, നീ സ്ട്രെയിറ്റ് ആയിട്ട് നിൻ്റെ വീട്ടിലേക്കാണോ പോകുന്നത്? എന്തായാലും ഞാനും അതുവഴിയല്ലേ പോകുന്നത്, ഞാൻ അവിടെ വന്ന് നിൽക്കാമെന്ന്. അങ്ങനെ ടക്കാര പറഞ്ഞതുപോലെ അവൻ്റെ വീടിന് പുറത്ത് നിൽക്കുകയാണ്. അപ്പം ടൈസനാണെങ്കിൽ ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട്. അപ്പം ടക്കാര ചോദിക്കുന്നു ഇതെന്താന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ നീ എന്നെ ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്, അതുപോലെ ഞാനെന്നാ സംഭവം കണ്ടു. ഇവിടെ ഇവൻ പറയുന്നത് നക്കാവയായിട്ടുള്ള പ്രശ്നമാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് നീ ചിരിക്കണം അത്രയേ ഉള്ളെന്ന്. അപ്പം ഈ ഗിഫ്റ്റ് കാണുമ്പോഴേ അവന് മനസ്സിലാകുന്നുണ്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന്. ടക്കാരയ്ക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കി ടൈസൻ പറയുകയാണ്, അത് പിന്നെ ഞാൻ അവനോട് ചോദിച്ചായിരുന്നു നീ അന്ന് എന്താണ് വാങ്ങിച്ചതെന്ന്. കാരണം ഈ മാർബിൾസ് കണ്ടപ്പോൾ നീ നല്ല സന്തോഷത്തിലായിരുന്നു, അതായി ഇത് വാങ്ങിയത്. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കല്ല സീനിയർ എന്നും പറയാണ്. അപ്പം ടക്കാരയാണെങ്കിൽ അതിൽ നിന്നൊരു മാർബിൾ എടുത്തിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, ഇതിലൂടെ നോക്കുമ്പോൾ സ്കൈ ഇവിടെ ഉള്ളതുപോലെ തോന്നുന്നില്ലേ? എനിക്ക് ഇതുപോലെ നോക്കുമ്പോൾ വളരെ ഫണ്ണായിട്ടാണ് തോന്നുന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊരു ഹാബിറ്റ് തന്നെയായിരുന്നു ഇതെന്ന്. എന്നിട്ട് അവൻ പറയണേ, എന്തായാലും താങ്ക് യു, പിന്നെ നീ ഇതിൽ നിന്നൊന്ന് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം അവനും കൊടുക്കുന്നു. അപ്പം ടൈസനാണെങ്കിൽ താങ്ക്സ് പറഞ്ഞിട്ട് ആശ്ചര്യത്തോടെ അവൻ നോക്കിയതുപോലെ തന്നെ ആകാശത്തേക്ക് നോക്കിയാണ്. ടക്കാര അവനെ തന്നെ കുറച്ച് നേരം നോക്കിയിട്ട് അവൻ്റെ ഇയറിങ്സിൽ തൊടയാണ്. അപ്പം ടൈസൻ പറയുന്നു, അത് പിന്നെ ഞാനത് വാങ്ങി, എന്താ ഇതിലും എന്നെ ക്രീപ്പി ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന്. അപ്പം ടക്കാരയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയുന്നു, അതേന്ന്. ഇവരിവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ അവിടെ താഴെ നിന്ന് ആരോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് തീരുകയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.